Hi friends, welcome back to our channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വീണ്ടും ഒരു സിമ്പിൾ പേപ്പർ ഫോൾഡിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെയ്യുന്നത് ടോക്കിംഗ് ക്രോ. അപ്പൊ ഒരു ബ്ലാക്ക് പേപ്പർ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറാണ്. പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിത് മുന്നേ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഹന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്യാം. ഉണ്ടാവും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. രണ്ട് സൈഡിലേക്കും ഒരേപോലെ ഫോൾഡ് ചെയ്യാം. നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാം. കുറച്ച് തിക്കായോണ്ട് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയായിട്ട് വരും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കണ്ടാവും. തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഇത് നമ്മള് മുന്നേ ഹന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഹന്ന് ചെയ്യുമ്പോൾ ചെയ്ത അതേ ഫോൾഡിംഗ് ആണ് ഇവിടെ വരുന്നത്. തിരിച്ച് ഇപ്പുറത്തേക്ക് വെക്കുക. അതും അങ്ങനെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് വലിക്കുക. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ഇതാക്കിയിട്ട് ഇതൊന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വലിക്കുക. അപ്പൊ നമുക്ക് ഈ ഫോൾഡിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഉണ്ടല്ലേ? അതും അതേപോലെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ഈ സൈഡ് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈന് കിട്ടും. പിന്നെ നമ്മൾ ഈ പോയിന്റ് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കും. പിന്നെ താഴോട്ടേക്കും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ചെയ്തല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഉണ്ടല്ലോ? ഇത് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഇത് രണ്ടും ഒന്ന് ഇങ്ങോട്ടേക്ക് പുൾ ചെയ്താ എന്നിട്ട് ഇത് ഇവിടത്തേക്ക് കൊടുക്കുക. അപ്പൊ ക്രൗൺ പോലെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെക്കും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പോയിന്റിന് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു ക്രൗൺ ഷേപ്പിലായിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ക്രൗണിന്റെ ഷേപ്പില് വന്നു. ഇനി നമ്മള് ഈ ഒരു പോയിന്റ് ഇപ്പൊ നമുക്ക് ഇവിടെയുണ്ട്, 2 പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നേരെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെക്കും. ഇത്രയും ഫോൾഡ് ചെയ്ത് പിന്നെ നമ്മള് ഇതെന്ത് ചെയ്യാം? ഇത് ഇവിടുന്ന് ഈ ലെവലിലേക്ക് നേരെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. മനസ്സിലായോ? ഇത് ഇന്നൂടെ പറഞ്ഞുതരാം. ഇത് നമ്മള് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ അടുത്ത പോയിന്റ് ഇവിടുന്ന് നേരെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ വന്നു. ഇനി നമ്മള് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇത് അതേപോലെ നോക്കുക. എല്ലാവരും നോക്കുക. ഇവിടുന്ന് ഇതിന്റെ അതേ ലെവലിൽ ഇതും കൊണ്ടുവരാം. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക്. മനസ്സിലായോ? ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരേ ലെവലില് വെക്കുക. ഒരേ ലെവലിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി.
അല്ലേ? ഇങ്ങനെ വന്നല്ലോ. ഇനി നമ്മളിതിൻ്റെ നേരെ ഹാഫ് നമ്മൾ നേരത്തെ ആ ഫോൾഡിങ് ഉണ്ടായിരുന്നു, ആ ഫോൾഡിങ്ങിലിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. ടിക്ക് പേപ്പർ ആയതുകൊണ്ട് കുറച്ച് പ്രയാസം, ഇല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നേരെ ഈ ഫോൾഡിങ്ങിലേക്ക് കൊണ്ടുവരാം. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റീ അടിച്ചൊന്ന് നോക്കുക. ഉണ്ടാ. പിന്നെ എന്താ വേണമെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരെണ്ണം എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ഭാഗവും അതുപോലെ തന്നെ എടുക്കുക. ഇതിങ്ങോട്ടേക്ക് ഇതിവിടെ പിടിച്ചിട്ട് ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ തന്നെ ഇതിങ്ങോട്ടേക്ക് വന്നോളും. കണ്ടോ? ഇതിങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ തന്നെ വന്നോളും. പിന്നെ ഒന്ന് ഇവിടെ നീറ്റ് ആക്കിയിട്ടൊന്ന് ഇങ്ങനെ കൊടുത്താൽ മതി, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി നമുക്ക് 2 ഐസ് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗൂഗിൾ ഐസ് എൻ്റെ അടുത്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടാബ്ലറ്റിന്റെ ഒഴിഞ്ഞ് അതിനെ കൊണ്ട് നമുക്ക് ഐസ് ആക്കാമെന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ ഐസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. നന്നായിട്ട് ഞാൻ അവിടെ കുറച്ച് ഫെവിക്കോൾ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഗ്ലൂ എടുക്കുക, ഐസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടോക്കിംഗ് ക്രോ റെഡിയായി അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാന്ന് ഇത് ടോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ 2 വിങ്സ് ഉണ്ടല്ലോ, 2 സൈഡിലുള്ള ഈ 2 വിങ്സും ഒന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ വായൊന്ന് തുറന്നു വരും. കണ്ടോ? ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടോ? ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്ക് ചെയ്യുന്നുണ്ടാവും ക്രോ. ഉണ്ടാ, ഇത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഈ ക്രോന? കുറെ ക്രോസ് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുക. ഉണ്ടാ, ഒരുപാട് നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ. Thank you.